നമസ്കാരം. ദയവായി എല്ലാവരും സീറ്റ് ബെൽറ്റുകൾ ധരിക്കുക. ആരും എഴുന്നേൽക്കരുത്. സീറ്റ് ബെൽറ്റുകൾ ധരിക്കൂ. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം കടുത്ത ആകാശച്ചുഴിയിൽപ്പെട്ടതോടെ വിമാനത്തിനുള്ളിലെ ജീവനക്കാർ പരിഭ്രാന്തരായി അലറി വിളിക്കുകയായിരുന്നു. യാത്രക്കാരെയും ജീവനക്കാരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയ സംഭവമാണിത്. എയർ ഇന്ത്യയുടെ AI-379 എന്ന വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. യാത്രക്കാരും ജീവനക്കാരും അനുഭവിച്ച ഭീതി ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം. വിമാനത്തിന്റെ തറയിൽ ലഗേജുകൾ ചിതറിക്കിടക്കുന്നതും മുകളിലെ ക്യാബിൻ സീലിംഗിൽ വിള്ളലുകൾ വീണതും ലഗേജ് പെട്ടികൾ തകർന്നതും അപകടത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് അനുസരിച്ച് 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 137 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനം ഡൽഹിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പരിശോധന ആവശ്യമുള്ള നിസ്സാര പരിക്കുകളേറ്റ ഏതാനും യാത്രക്കാരെയും ജീവനക്കാരെയും മുൻകരുതലിന്റെയും ചികിത്സയുടെയും ഭാഗമായി എയർപോർട്ട് മെഡിക്കൽ ടീമും ജീവനക്കാരും ചേർന്ന് വിമാനത്താവളത്തിലെ മെഡിക്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആരംഭിക്കുന്നത് ക്യാബിൻ ക്രൂ യാത്രക്കാരോട് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ അലറി വിളിക്കുന്നതോടെയാണ്. സീലിംഗിലെ ലഗേജ് ബിന്നുകളുടെ മൂടികൾ പാതയിൽ ഒടിഞ്ഞു വീണ് കിടക്കുന്നതും മറ്റ് ചില ബിന്നുകൾ ഇത്തരത്തിൽ തുറന്നു കിടക്കുന്നതും കാണാം. ചില യാത്രക്കാർ പരസ്പരം കൈകൾ പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിലുണ്ട്. ക്യാമറ തിരിയുമ്പോൾ ഒരു സ്ത്രീ തലയിൽ കൈവച്ച് തല താഴ്ത്തിയിരിക്കുന്നതും കാണാം. വീഡിയോ പകർത്തിയ മിൻചൻ എന്ന യാത്രക്കാരി തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ 2 മണിക്കൂറുകൾ എന്നാണ് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ആയിരിക്കുമ്പോൾ പോലും വിമാനത്തിനുള്ളിൽ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് അവർ ആളുകളോട് അഭ്യർത്ഥിച്ചു. ആളുകൾ മുകളിലേക്ക് തെറിച്ചു വീഴുന്നതും തലയിടിച്ച് പരിക്കേൽക്കുന്നതും ഞാൻ കണ്ടു. കുറച്ചു സമയത്തേക്ക് നമ്മൾ രക്ഷപ്പെടില്ലെന്ന് തന്നെ ഞാൻ കരുതിപ്പോയി. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, അവർ എക്സിൽ കുറിച്ചു. വിമാനത്തിന്റെ സീലിംഗിലെ വിള്ളലുകളും സ്വിച്ചുകൾക്ക് സമീപമുള്ള കേടുപാടുകളും കാണിക്കുന്ന മറ്റു ചില ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. വിമാനം പെട്ടെന്ന് താഴേക്ക് പതിച്ചതാണ് പരിക്കുകൾക്ക് കാരണമായതെന്ന് ലാൻഡ് ചെയ്ത ശേഷം യാത്രക്കാർ പറഞ്ഞു. വിമാനത്തിന്റെ ഉയരത്തിൽ പെട്ടെന്ന് വലിയൊരു കുറവുണ്ടായി. എന്റെ തല മുകളിലെ സീലിംഗിൽ ഇടിക്കുകയും തുടർന്ന് ഞാൻ താഴേക്ക് വീഴുകയും ചെയ്തു, ഒരു യാത്രക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ അമ്മയ്ക്ക് പരിക്കേറ്റ വിവിയാന എന്ന ഇറ്റാലിയൻ യാത്രക്കാരി തങ്ങൾ അനുഭവിച്ച പരിഭ്രാന്തി വാർത്താ ഏജൻസിയായ NIയോട് പങ്കുവച്ചു. വിമാനം സാധാരണ നിലയിലാണ് പറന്നുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് വലിയ കുലുക്കം അനുഭവപ്പെട്ടത്. എന്റെ സഹോദരി സീറ്റിൽ നിന്ന് മുകളിലേക്ക് തെറിച്ചു വീഴുന്നത് ഞാൻ കണ്ടു, അവർ കൂട്ടിച്ചേർത്തു. എന്റെ അമ്മയുടെ തലയിൽ ശക്തമായി ഇടിച്ചു. എന്റെ ഫോൺ താഴെ വീണുപോയി. എനിക്ക് പിന്നിൽ ഇരുന്നവർക്ക് പരിക്ക് പറ്റി. ഒരു പുരുഷ യാത്രക്കാരന്റെ മുഖത്ത് രക്തമുണ്ടായിരുന്നു. തങ്ങൾ മരിച്ചു പോകുമെന്ന് കരുതി. ഞാൻ ഭയന്നുപോയി. ഞാൻ വിറയ്ക്കുകയും കരയുകയുമായിരുന്നു. ഭയാനകമായ അനുഭവം. എനിക്കിപ്പോൾ ചെവി ശരിയായി കേൾക്കാൻ കഴിയുന്നില്ല. വിമാനം ലാൻഡ് ചെയ്ത ശേഷം 8 യാത്രക്കാരെയും 4 ക്യാബിൻ ക്രൂ അംഗങ്ങളെയും വിദഗ്ധ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്.